കഴിഞ്ഞ ദിവസം ലോങ് ഹെയർ എങ്ങനെ ഗ്രോ ചെയ്യണം എന്നതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നാണ് എന്റെ വിശ്വാസം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ടും ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്വേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്യണം, ഓക്വേർഡ് സ്റ്റേജ് എങ്ങനെ മാനേജ് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹെയർ ഗ്രോത്ത് പ്രോസസ്. സോ മുടി എങ്ങനെ നീട്ടി വളർത്താം എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് മുടി വളർത്തി തുടങ്ങി ഒരു 2-3 മാസം കഴിയുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒന്നാണ് ഓക്വേർഡ് സ്റ്റേജ്. എന്ന് വെച്ചാൽ ഹെയർ ഷോർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ലോങ് ഹെയർ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിന് രണ്ടിനും ഇടയിൽ മുടി ആകെ മെസ്സി ആൻഡ് അൺമാനേജബിൾ ആയി കിടക്കും. സൈഡും ചില ഏരിയയും ടെക്സ്ചർ ഇല്ലാതെ ഷേപ്പ് ഇല്ലാതെ ഇരിക്കും. ഈ ടൈമിൽ പലരും ലോങ് ഹെയർ എനിക്കുള്ളതല്ല, വളർത്തുമ്പോൾ വൃത്തികേടാകുന്നു, ഇനി കൂടുതൽ വൃത്തികേടാകത്തേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതങ്ങ് കട്ട് ചെയ്ത് കളയും. അത്രയും മാസത്തെ എഫർട്ട് ഒറ്റയടിക്ക് ഗേവ് അപ്പ് ചെയ്യും. ഇറ്റ്സ് ടോട്ടലി ഓക്കെ, നിങ്ങൾക്ക് ഇനിയും മുടി വളർത്താവുന്നതാണ്. ബട്ട് ട്രസ്റ്റ് മീ ബ്രോ, ഇവിടെയാണ് എക്സാക്ട്ലി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹെയർ ഓക്വേർഡ് സ്റ്റേജിൽ എത്തിയെങ്കിൽ കൺഗ്രാജുലേഷൻസ് ബ്രോ, ഇറ്റ്സ് വർക്കിംഗ്. ഈ ടൈമിൽ ഓക്വേർഡ് സ്റ്റേജിനെ എങ്ങനെ നീറ്റായി മാനേജ് ചെയ്യണം, ഓക്വേർഡ് സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ചെവിയുടെ ഏരിയയിലും വേണ്ടി വന്നാൽ നെക്ക് ഏരിയയിലുമുള്ള ഹെയർ ജസ്റ്റ് ട്രിം ചെയ്ത് നീറ്റാക്കുക. ഇത് ചെയ്യുമ്പോൾ ബാർബറുമായുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മുടി നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഓക്വേർഡ് സ്റ്റേജ് ഒഴിവാക്കാനായി ചെവിയുടെ ഏരിയ നീറ്റാക്കണമെന്നും ഒരുപാട് കയറ്റി വെട്ടരുതെന്നും പ്രത്യേകം പറയുക. ബാക്കിയുള്ള ഹെയറുമായി ബ്ലെൻഡ് ആകുന്നത് പോലെ ടെക്സ്ചേർഡ് കട്ട് ചെയ്യാൻ പറയുക. യൂസ് ബീനീസ് ആൻഡ് ക്യാപ്സ്. ചില സമയത്ത് നിങ്ങളുടെ ഹെയർ നിങ്ങളോട് തന്നെ കോർപ്പറേറ്റ് ചെയ്യാതെ വരും. അതായത് വൃത്തികേടായിരിക്കും, വിചാരിക്കുന്നത് പോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല, ആകെ മെസ്സിയായി, അങ്ങനെയൊക്കെ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ഹൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബീനീസ്, ക്യാപ്സ്, ബക്കറ്റ് ഹാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഹെയറിനെ ഓക്വേർഡ് ഫേസ് ഹൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും തരുന്നു. എക്സ്പെരിമെന്റ് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽസ്. ഹെയറിന്റെ ലെങ്ത് ചേഞ്ച് ആകുന്നതനുസരിച്ച് പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. ഇറ്റ് ക്യാൻ ബി മിഡിൽ പാർട്ട്, സ്ലിക്ക് ബാക്ക്, ഹാഫ് അപ്പ് ഹാഫ് ഡൗൺ, എക്സെട്ര. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടൈമിൽ ടോപ്പ് നോട്ട് വിത്ത് ഷേവൻ സൈഡ്സിനെ പറ്റി ആലോചിക്കുകയേ ചെയ്യരുത്. വൺ ഹെയർ സ്റ്റാൻഡ്. ഏത് ഹെയർ സ്റ്റൈലിന്റെ കൂടെയും ഒരു ഹെയർ സ്റ്റാൻഡ് ഹാങ് ചെയ്തിടുന്നത് ഇന്റൻഷനലി അത് നിങ്ങൾക്കൊരു സ്റ്റൈലിഷ് ലുക്ക് തരും. ഇത് വർഷങ്ങളായി ചെയ്തു വരുന്ന ഒന്നാണ്. ആ ഒരു ഹെയർ സ്റ്റാൻഡിലേക്ക് കൂടുതൽ അറ്റൻഷൻ ചെല്ലുന്നു, നിങ്ങളുടെ ഫേസിന് ഒരു പ്രത്യേക ഭംഗി തരുന്നു. യൂസ് ആക്സസറീസ്. അത്യാവശ്യം ലെങ്ത് ആയി ബട്ട് മാനേജബിൾ അല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ ബോബി പിൻ, റാ അതുപോലെയുള്ള ആക്സസറീസ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ അടുത്തുള്ള ഫാൻസി സ്റ്റോറിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഡോണ്ട് കൗണ്ട് ഡേയ്സ്. ക്ഷമ വേണം, സമയമെടുക്കും. ഫൈനൽ റിസൾട്ടിന് വേണ്ടി ദിവസങ്ങൾ എണ്ണിയിരിക്കാതെ ക്ഷമയോടെ ഇരിക്കുക. ഗുഡ് തിങ്സ് ടേക്ക് ടൈം. ഓർക്കണം, ഓക്വേർഡ് ഫേസ് താൽക്കാലികം മാത്രമാണ്. ഇനി കറക്റ്റായി സ്റ്റെപ്പ് ബൈ എങ്ങനെ മുടി നീട്ടി വളർത്താം എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്: ഏത് ലെങ്ത്തിലാണ് മുടി വളർത്തി തുടങ്ങേണ്ടത്, ഏത് ഹെയർ കട്ടിന് ശേഷമാണ് മുടി വളർത്തി തുടങ്ങേണ്ടത്, ഏത് ഹെയർ കട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഗുഡ് ക്വസ്റ്റ്യൻസ്. ലിറ്ററലി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മുടി വളർത്തി തുടങ്ങാം. ലെറ്റ്സ് സേ നിങ്ങൾ ബസ് കട്ട് ഓർ ഫ്രഞ്ച് ക്രോപ്പ് പോലെയുള്ള ഷോർട്ട് ഹെയർ കട്ടിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് വളർത്തുക. ഇനി നിങ്ങൾ അണ്ടർ കട്ട് പോലെയുള്ള ഹെയർ സ്റ്റൈലിന് ശേഷമാണ് മുടി വളർത്തി തുടങ്ങുന്നതെങ്കിൽ സൈഡിൽ തീരെ ലെങ്ത് കുറവായിരിക്കും, ടോപ്പിൽ ഒരുപാട് ലെങ്തി ആയിരിക്കും. ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് മുടി വളർത്തുക. സൈഡിൽ ചെവിയുടെ മുകളിൽ മാത്രം നീറ്റ് ആക്കാനായി ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുക. സൈഡുമായി ഹ്യൂജ് ഡിഫറൻസ് വരാതെ ബ്ലെൻഡ് ആകുന്നത് പോലെ ടോപ്പിലെ ഹെയർ ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് ബാലൻസ് ചെയ്യുക. 1-2 തവണ ചെയ്യുമ്പോഴേക്കും ഇത് റെഡിയാവും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലോങ് ഹെയർ ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും, ബട്ട് വെർത്തിയാണ്. ഇനി മീഡിയം ലെങ്ത് ഹെയർ ആണെങ്കിൽ ഓവറോൾ ബ്ലെൻഡ് ആകുന്നത് പോലെ ലെയേർഡ് കട്ട് ചെയ്യുക. ലെയറിംഗ് കട്ട് നിങ്ങൾക്കൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് തരും. ഇത് നിങ്ങളുടെ ഹെയറിനെ ബൾക്കി ആക്കാതെ സ്മൂത്ത് ആയി കൊണ്ടുപോകും. ഓർ ടേപ്പർ ഫെയ്ഡ് ചെയ്ത് ചെവിയുടെയും നെക്കിന്റെയും ഏരിയ നീറ്റ് ആക്കി സ്റ്റാർട്ട് ചെയ്യാം. ടേപ്പർ ഫെയ്ഡ് കാലക്രമേണ ബ്ലെൻഡ് ആയി കറക്റ്റ് ഷേപ്പിൽ വളർന്നിറങ്ങിക്കോളും. ഇനി അത്യാവശ്യം ലോങ് ലെങ്ത് ഹെയർ ആയി കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് വരാതെ ഇരിക്കാൻ ഹെയർ ടിപ്പ് ട്രിം ചെയ്യാൻ ശ്രമിക്കുക. 1-2 മാസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ സംസാരിച്ചത്. 6-8 മാസം, ചിലപ്പോൾ 1 വർഷം. ബട്ട് ഡോണ്ട് വറി, അതൊക്കെ ഷടേ നന്നായിക്കോളൂ. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്: ലോങ് ഹെയർ എനിക്ക് ചേരുമോ, ബോർ ആവുമോ, ഫ്ലാറ്റ് ഹെയർ ആണ്, കേർലി ഓർ വേവി ഹെയർ ആണ്, ലോങ് ഹെയർ എനിക്ക് ചേരുമോ, ഞാൻ വളർത്തണോ? ഗൈസ്, അതറിയാൻ ഏറ്റവും നല്ല മാർഗം മുടി വളർത്തി നോക്കുക എന്നതാണ്. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, നിങ്ങൾ വളർത്തി നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ചേരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചേരില്ല എന്ന് മനസ്സിലാകും. ഇനി അഥവാ നിങ്ങൾക്ക് ചേർന്നാൽ നിങ്ങൾക്ക് ലഷ്യസ് ആയിട്ടുള്ള ലോങ് ഹെയർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. എനിവേ, ഇറ്റ്സ് എ വിൻ വിൻ. പിന്നീടാകാമെന്ന് കരുതി മുടി വെട്ടിക്കളയുകയോ വളർത്താതിരിക്കുകയോ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡു ഇറ്റ് നൗ. ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. ഒറ്റ മൈൻഡ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2025 നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മിസ്സാവാതെ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you next one. Stay connected, stay healthy, stay happy.